നമസ്കാരം. അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നതേ, നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലേ, ഈ സൗന്ദര്യ ശാപമായി മാറുമെന്ന് കേട്ടിട്ടുണ്ട് ഇല്ലേ? പലപ്പോഴും സൗന്ദര്യമുള്ള എന്തിനെ കണ്ടാലും നമ്മൾ ഒന്നോടെ നോക്കും അല്ലേ? അത് ആണുങ്ങളാണേലും പെണ്ണുങ്ങളാണേലും ചില പെൺകുട്ടികളെ അല്ലെങ്കിൽ ചില സ്ത്രീകളെയൊക്കെ കാണുമ്പോൾ നമ്മളും ഒന്ന് നോക്കൂലേ? സ്ത്രീകളാണെങ്കിൽ പോലും അങ്ങനെ ചിലരെ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നും, ഒന്നോടെ നോക്കും. അപ്പോൾ ആണുങ്ങൾ നോക്കണേന് പറയാനുണ്ടോ ഇല്ലേ? അതേപോലെ എല്ലാത്തിനും ഒരു സൗന്ദര്യം കൊടുത്തിന്, പക്ഷികൾക്കും മൃഗാദികൾക്കും ഒക്കെ ഒരു പ്രത്യേക സൗന്ദര്യം തന്നെ ഉണ്ടല്ലേ? അപ്പോൾ സൗന്ദര്യം ലോകത്തിൻ്റെ ഒരു ഭയങ്കര സൃഷ്ടിയാണ്. പക്ഷെ സൗന്ദര്യ ശാപമായി മാറുന്ന ചില സമയങ്ങളുമുണ്ട് ഇല്ലേ? എനിക്കറിയാവുന്ന ഞാനൊക്കെ പഠിച്ചുകൊണ്ട് നടന്ന സമയത്ത് എൻ്റെ അത്രയും പ്രായം ഇല്ലെന്ന് തോന്നുന്നു, ഒരു പെൺകുട്ടി ബസ്സിൽ കയറുമായിരുന്നു. ആ ബസ്സിൽ ഭയങ്കര തിരക്കായിരിക്കും. ഞങ്ങളുടെ അടുത്തൊരു കോളേജിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആ കോളേജിലുള്ള പിള്ളേരും അല്ലാത്ത നാട്ടുകാരും ഒക്കെ ഈ ബസ്സിൽ പഠിച്ചു കയറും. എന്നാ ഈ കൊച്ചു ബസ്സിൽ കയറുന്ന സമയത്ത് ഇതിൻ്റെ പുറകെ ഇങ്ങനെ പോയി, ഇതിന് ശല്യം, ഏതെങ്കിലും ചെന്ന് ഓട്ടോറിക്ഷ വിളിച്ച് കയറി പോകുന്നു. അങ്ങനെ ഇത് ഓടി രക്ഷപ്പെടുകയാണ്. അവസാനം ആ കുട്ടിയുടെ അച്ഛൻ ആ കുട്ടീനെ കൊണ്ടുവിടാൻ തുടങ്ങി കോളേജിലൊക്കെ. അങ്ങനെ ഒരു അവസ്ഥയിലേക്കും കൂടെ വരേണ്ട അവസ്ഥയും കൂടെ വന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒത്തിരി ശല്യമായിട്ട് കൂടിയ ഒരുത്തൻ ഈ കുട്ടിയെ കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ച് കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേനും അവൻ ഏകദേശം ഈ കുട്ടിയോട് ഓരോ കുറ്റപ്പെടുത്തൽ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, അവിടെ പോകാൻ പാടില്ല, ഇവിടെ പോകാൻ പാടില്ല, അങ്ങനെ മിണ്ടാൻ പാടില്ല, ഇങ്ങനെ മിണ്ടാൻ പാടില്ല, പുറത്തിറങ്ങാൻ പാടില്ല, ഇങ്ങനെ കുറേ നിബന്ധനകൾ ഈ കുട്ടീനെ അങ്ങ് ഒഴിവാക്കി നിർത്തുന്ന അവസ്ഥയിലേക്കും ആയി. അത് കഴിഞ്ഞ് പിന്നെ കുട്ടി അവർ വിവാഹബന്ധം വേർപെടുത്തും. പിന്നെ ഈ കുട്ടി തന്നെ പോയി താമസിച്ചു. എന്നിട്ട് ആ കുട്ടിക്ക് ഒരു സ്ഥലത്ത് ഒരു ജോലിക്ക് പോകാൻ സാധിക്കില്ല. കാരണം അവിടെ ചെല്ലുമ്പോൾ എല്ലാം ഈ ശല്യം. അതിൻ്റെ കണ്ണുകൾക്കൊക്കെ ഭയങ്കര സൗന്ദര്യമായിരുന്നു. നല്ല രസമാണ് കൊച്ചിനെ കാണാൻ. ഞാൻ പറയും പോലെയല്ല, നല്ല രസമാണ് കാണാൻ. എന്നിട്ട് ഇതിന് ജോലി സ്ഥലത്ത് ചെന്നിട്ടുണ്ടെങ്കിലും അവിടെയുള്ള സ്റ്റാഫുകൾ ഒക്കെ ഇങ്ങനെ, നമ്മൾ പറയില്ല വായി നോട്ടെന്ന്, ആ വായി നോക്കൊണ്ട് നിന്നു. ബസ്സിൽ പോകുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവിടുത്തെ ആ സ്ഥാപനത്തിൻ്റെ ഉടമയ്ക്ക് ഈ കുട്ടിയോടൊരു അങ്ങനെ അവസാനം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഒരു ദിവസം പറയുണ്ടായി, എനിക്ക് ഒരു സ്ഥലത്തും പോകാൻ പാടില്ല, എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പാടില്ല. ഇപ്പം എവിടെയെങ്കിലും ചെല്ലുകയാണെങ്കിൽ അവൾക്കെങ്ങനെ ജോലി കിട്ടിയെന്നൊക്കെ അറിയാം എന്നും പറഞ്ഞൊരു മൂളൽ, അങ്ങനെയുള്ളൊരു ആക്കിയൊരു സംസാരം അങ്ങനെയായി എന്ന് പറയുന്നു. പിന്നെ കൂട്ടുകാരികളാണെങ്കിലോ, പഴയ കൂട്ടുകാരികളൊക്കെ ഇപ്പം ഇല്ലാണ്ടായി. കാരണം അവർക്കൊരു സംശയം, അവരുടെ ഭർത്താക്കന്മാർ ഈ കുട്ടിയുടെ കൂടെ ആകുമോ എന്നുള്ളത്. ബോസുമാരുടെ ഭാര്യമാർക്ക് സംശയം എന്നു വേണ്ട, ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും സംശയമാണ്. ഞാൻ മടുത്തു എന്നിങ്ങനെ പറയുന്ന അവസ്ഥയിലേക്ക് ഒന്ന് ഓർത്തിക്കുക. നമ്മൾ ബസ്സിലൊക്കെ കയറുമ്പോൾ ചില നല്ല പെൺകുട്ടികൾ ഞോണ്ടിയിട്ട് പോകണം. ചില പെൺപിള്ളേർ വഴിയെ നടന്നു പോകുമ്പം അവരോട് വന്നിച്ച് മോശമായി സംസാരിക്കുന്നത് കേട്ടിട്ടില്ലേ? അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് സംഭവിക്കുന്ന, നിങ്ങൾ കമൻ്റ് ഇട്ട് വയ്ക്കുക, ഇഷ്ടം പോലെ സംഭവിക്കുന്നതാണ്. അതേപോലെ എന്നാ പറയണത്, വേറെ ഒരു അർത്ഥത്തിൽ അവരെ നോക്കിക്കണ്ട്, അതേപോലെ ഇങ്ങനെയും ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ വായി നോക്കി നിൽക്കണമൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അല്ലേ? അപ്പോൾ ഇതൊരു സൗന്ദര്യം എന്ന് പറയുന്ന കാര്യം പറഞ്ഞാൽ നമ്മളവർക്ക് സൗന്ദര്യമുള്ള പെൺകുട്ടികളെ കെട്ടണവന്മാർ ഭാഗ്യവാന്മാരാണ്, അല്ലെങ്കിൽ സൗന്ദര്യമുള്ള ഒരു ഭാഗ്യമാണ്, അയാൾ എന്ത് ഭാഗ്യവാന്മാർ, അവളെന്ത് ഭാഗ്യവതി, എന്തൊരു രസമാണ് കാണാൻ എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും. പക്ഷെ അവരുടെ ഉള്ളിൽ ഒത്തിരി വേദന അനുഭവിക്കുന്നവരായിരിക്കും അവർക്ക് ആരോടും പറയാനും പറ്റില്ലല്ലോ. എൻ്റെ ഈ സൗന്ദര്യമാണ് എനിക്ക് ശാപമെന്ന് പറയാൻ പറ്റില്ലല്ലോ ഇല്ലേ? ഒന്ന് ഓർത്ത് നോക്കി. സാധാരണ സ്ത്രീകൾ ഇവർക്ക് ദൂരം ധൈര്യം സംഭരിച്ചാലും ഇവർക്ക് ഒരു രക്ഷയുമില്ല. പിന്നെ അത് തന്നെയല്ല എന്നോർത്തോണ്ട് സൗന്ദര്യം ഇല്ലാത്തവർക്കും ഈ നാട്ടിൽ രക്ഷയില്ലാത്ത കാലമാണ് ഇല്ലേ? ചിലർ കറുത്തതാണെങ്കിലും എന്ത് സൗന്ദര്യ പെൺപിള്ളേരുണ്ട്, കറുത്ത പെൺപിള്ളേരാണേലും നല്ല സുന്ദരികളായ പെൺപിള്ളേർ, അങ്ങനെയുണ്ട്. ഇരുനിറമുള്ള പെൺപിള്ളേരുണ്ട്, വെളുത്ത സുന്ദരി പെൺപിള്ളേരുണ്ട്, പല രീതിയിലുള്ള സൗന്ദര്യമുണ്ട് ഇല്ലേ? നമുക്ക് കണ്ടാൽ ഒരാകർഷണം തോന്നുമായിരിക്കും. ഇതിപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ മധ്യപ്രദേശിലെ പ്രയാഗ്രാജിൽ അല്ലേ, രാജ് എന്നാണോ അവിടെ മഹാകുംഭമേളയ്ക്ക് വന്ന മൊണാലിസ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ അനുഭവമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. അതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടീനെ ഒരു യൂട്യൂബർ ഇൻസ്റ്റാഗ്രാം നടത്തുന്ന ആരോ പോയി ഈ കൊച്ചിൻ്റെ ഒരു കണ്ണിൻ്റെ വീഡിയോ എടുത്തു. ആ കുട്ടിയോട് ചോദിക്കാണ്ട് അയാൾ അത് ഇൻസ്റ്റാഗ്രാമിലിട്ടു. ആ കണ്ണ് മാത്രമല്ല, കുട്ടിയുടെ മുഖം ഉണ്ടായിരുന്നു. അതങ്ങ് വൈറലായി, മില്യൺ ആൾക്കാർ കണ്ടു എന്നാണ് പറയുന്നത്. ആ വീഡിയോ വൈറലായി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എല്ലാവരും ചെന്ന് അതിൻ്റെ വീഡിയോ എടുക്കലായി, കൂടെ നിന്ന് ഫോട്ടോ എടുക്കലായി. ഈ കുട്ടിയാണെങ്കിലോ ജീവിക്കാൻ മാർഗ്ഗമില്ലാണ്ട് മാല വിൽക്കാൻ വന്ന, ഇങ്ങനെയുള്ള ഉത്സവ സ്ഥലങ്ങളിൽ കൂടെ അതിൻ്റെ ഫാമിലി ഇങ്ങനെ മാല വിൽക്കാൻ നടക്കുന്ന കുട്ടിയാണെന്നാണ് പറയുന്നത്.
അത് എന്നിട്ട് ഈ മാല വിൽക്കാൻ വന്നു കഴിഞ്ഞപ്പം അതിൻ്റെ മാല ആരും മേടിക്കണമില്ല. ഈ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും തന്നെ പണി. അവസാനം ഈ ഉള്ളവരെല്ലാം വന്നിങ്ങനെ ചുറ്റും കൂടുകയാണ്, ശല്യമായിട്ട് കൂടുകയാണ്. ആ കുട്ടിയെ തോണ്ടുന്നു, പിടിക്കുന്നു, വീഡിയോ എടുക്കുന്നു, സംസാരിക്കുന്നു. ഇങ്ങനെ ആയി കഴിഞ്ഞപ്പം അതിൻ്റെ അച്ഛനും ബന്ധുക്കളും എല്ലാം കൂടി ആ കുട്ടിയുടെ മുഖം മറച്ചിട്ടിട്ട് ഈ മാലക്കച്ചവടം നടത്താൻ നോക്കി. മാല മേടിക്കുന്നില്ല, എല്ലാവരും ഈ വീഡിയോ എടുക്കൽ, ഫോട്ടോ എടുക്കൽ, ഇൻസ്റ്റഗ്രാമിലിടൽ, വാട്സപ്പിലിടൽ, യൂട്യൂബിലിടൽ, ഇങ്ങനെയൊക്കെ. അവസാനം ജീവിക്കാൻ അവിടെ നിൽക്കാൻ മാർഗ്ഗമില്ലാണ്ട് വന്ന് ആ കുട്ടീനെ ആ കുട്ടിയുടെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു എന്നാണ് പറയുന്നത്. എന്നിട്ടും രക്ഷയില്ല. ആ കുട്ടീനെ സിനിമയിലൊക്കെ വിളിച്ചു എന്ന് പറയുന്ന കേട്ടു. ഒരു ഏതാണ്ട് നല്ല രാംചരൺ എന്ന് പറയുന്ന സംവിധായകൻ അങ്ങനെ കണ്ടു, അയാളുടെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു എന്ന് പറയുന്ന കേട്ടു. നായികയായിട്ട്, അത് തന്നെയല്ല മോഡലായിട്ട് കുറേ പേര് വിളിക്കാൻ ശ്രമിച്ചു എന്നോ വിളിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടു. ഇനി ഞാനൊരു കാര്യം പറയാം. പണ്ട് നമ്മൾ ലതാ മങ്കേഷ്കറിൻ്റെ സൗണ്ടിൽ പാട്ട് പാടുന്ന ഒരു പാവപ്പെട്ട ചേച്ചിനെ ഓർക്കുന്നുണ്ടോ? തെരുവിൽക്കോടെ നടന്ന ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പാട്ട് പാടിയപ്പോൾ ഒരാൾ അതിൻ്റെ വീഡിയോ എടുത്ത ചേച്ചി പാട്ട് പാടുന്നതിൻ്റെ. എന്നിട്ട് ആ വീഡിയോ വൈറലായി കഴിഞ്ഞപ്പം ഏതൊക്കെ കുറേ സിനിമയിലേക്കൊക്കെ പാടാൻ വിളിച്ചു എന്നാണ് പറയുന്നത്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയിട്ടോ. എന്നിട്ട് അവർ കുറേ സിനിമയിലൊക്കെ പാടി ഇച്ചിരി പൈസയൊക്കെ അവർക്ക് ഉണ്ടായി. അവരെ ഭിക്ഷ അയച്ചുകൊണ്ടായിരുന്നു. ശ്രീത്ത് ഇങ്ങനെ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇരുന്ന് പാട്ട് പാടുകയായിരുന്നു അവരുടെ പണി. അങ്ങനെ പൈസ ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന പിന്നീട് ഇപ്പം അവരെക്കുറിച്ച് ആരും മിണ്ടി കേൾക്കുന്നില്ല, ഇല്ലേ? ഇടയ്ക്കൊരു സമയത്ത് പറഞ്ഞു അവരിങ്ങനെ പിന്നെയും പഴയ പാട്ടിലേക്കും റെയിൽവേ സ്റ്റേഷനിൽ കൂടെ പാട്ട് പാടിയൊക്കെ നടക്കുന്നു എന്നൊക്കെ കേട്ടായിരുന്നു. അവരെ വലിച്ച് താഴെ ഇട്ടു. അവർക്ക് പിന്നെ ജീവിക്കാൻ മാർഗ്ഗം. അവർ ജീവിച്ചുകൊണ്ടിരുന്ന ജീവിതത്തിൽ നിന്ന് വേറൊരു ജീവിതത്തിലേക്ക് വന്നിട്ട് വീണ്ടും അവർ പഴയ അവസ്ഥയിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. പലപ്പോഴും പറ്റുന്നത് ഇങ്ങനെയാണ്. ഈ കുട്ടിക്ക് നല്ലത് വരട്ടെ, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മളെല്ലാം കൂടി അവരുടെ ജീവിതമാർഗ്ഗം ഒന്ന് മുട്ടിച്ചു, ഇല്ലേ? മാല വയ്ക്കുന്നത്. രണ്ടാമത് ഇങ്ങനെ പ്രശസ്തിയിലേക്ക് കൊണ്ടുവന്നിട്ട് ആ കുട്ടീനെ ഒന്നും അല്ലാതെ ആക്കി കളയാണ്ടിരുന്നാൽ നല്ലതായിരുന്നു, ഇല്ലേ? ഞാൻ ഈ പാട്ടുകാരിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് കുറേ കഴിയുമ്പം ഇവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാവുന്ന അവസ്ഥയിലേക്ക്. നമുക്കറിയില്ല മറ്റൊരാളുടെ ബുദ്ധിമുട്ട് എന്നാണ്, ഇല്ലേ? അവർക്ക് അവരുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവം കൊടുത്തേക്കണതാണ്. ആ സൗന്ദര്യം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ശല്യമായിട്ട് മനുഷ്യൻ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളൊന്ന് ഓർത്തുക, ചുറ്റും വന്ന ആൾക്കാരിങ്ങനെ പൊതിഞ്ഞ് വന്ന് വീഡിയോ എടുക്കണം, ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്നു. അതിങ്ങനെ പറഞ്ഞ് മടുക്കുന്നു. അവസാനം ആ കുട്ടി പറയുന്നുണ്ട്, നിങ്ങൾ വന്ന് എൻ്റെ ചുറ്റും നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കണം, അല്ലാണ്ട് എൻ്റെ ഒരു മാല പോലും കച്ചവടം ആവുന്നില്ല എന്ന് ആ കുട്ടി ഏതോ ഒരു ഇൻ്റർവ്യൂവിന് പറഞ്ഞു കേട്ടു. ഒന്നോർത്ത് നോക്കി, മാല ഇവന് ഈ രുദ്രാക്ഷമാല പോലത്തെ മാലകളെങ്ങണ്ട അത് കച്ചവടം ആകാൻ സാധിക്കണില്ല എന്ന് ഈ കുട്ടി പറഞ്ഞു. കാരണം അവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായിട്ട് അവസാനം അവർ ഈ മുഖത്തിങ്ങനെ മൂടി തുണിയിട്ട് കൊച്ചിനെയും കൊണ്ട് ഓടിപ്പോകുന്നതാണ് ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ കണ്ടത്. ആ വീഡിയോയ്ക്കകത്ത് തന്നെയുള്ളതാണ്. ആ കുട്ടിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലാണ്ടായി കഴിഞ്ഞപ്പം അതിൻ്റെ അച്ഛനും അതിൻ്റെ ബന്ധുക്കളും എല്ലാം കൂടെ ആ കുട്ടീനെയും കൊണ്ട് നാട് കടന്നു. അവിടുന്ന് അവർ കുംഭമേളയ്ക്ക് നന്നായിട്ട് മാല വിറ്റ് ജീവിക്കാമെന്നോർത്ത് വന്നവരാണ്. ഇതാണ് നമുക്ക് പ്രശസ്തി നല്ലതാണ്. പ്രശസ്തിക്ക് ഒരു കുഴപ്പമില്ല, ആരാണേലും പ്രശസ്തി ഉണ്ടാകണമെന്നല്ല. പക്ഷെ പ്രശസ്തിയെ വെക്കുമ്പം ആ കുട്ടിക്ക് അവർക്കൊരു സ്വാതന്ത്ര്യം കൂടെ അവർക്ക് വെക്കണം, ഇല്ലേ? അവരെ ഞൊണ്ടും പിച്ചു ഈ സെലിബ്രിറ്റികൾക്കൊക്കെ ഇങ്ങനെ സെക്യൂരിറ്റി പോകുന്നു, അവരെ ഞൊണ്ടും പിച്ച് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമെന്നാണ് പറയണത് മറ്റുള്ളവർ. അതുകൊണ്ടാണ് അവരിങ്ങനെ കവചം പോലെ നടക്കുന്നതെന്ന്. അപ്പം സൗന്ദര്യം ഒരു ശാപമായി മാറിയ രണ്ട് സ്ത്രീകളുടെ കഥയാണ് ഞാനിന്ന് പറഞ്ഞത്. ഒരു സ്ത്രീനെ എനിക്ക് അറിയാവുന്ന, അവർക്കൊരു സ്ഥലത്ത് ജോലിക്ക് പോകാൻ പാടില്ല. അവരെന്നിട്ട് അവരുടെ മാതാപിതാക്കളുടെ കൂടെ ഇപ്പം ഒരു 10-15 വയസ്സായി. എന്നിട്ട് ഇപ്പോഴും നല്ല രസമാണ് അതിനെ കാണാൻ. എങ്കിലും ഒത്തിരി നാട്ടുകാരിങ്ങനെ ഓരോ കാര്യം പറയും. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഒരു എന്നു പറയുന്നത് നമ്മൾ ആക്കി സംസാരിക്കും എന്ന് പറയില്ലേ, അതുപോലെ സംസാരിക്കും. ആര് മിണ്ടിയാലും അവരുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം സംശയം. ഇപ്പം തൊട്ടടുത്ത വീട്ടിൽ ചേട്ടനാണ് മിണ്ടണമെങ്കിൽ പോലും ഒരു ദിവസം അല്ല 2 ദിവസം ഈ കുട്ടിയോട് മിണ്ടിക്കഴിഞ്ഞാൽ അവർക്ക് സംശയം അവിടുത്തെ ഭാര്യയ്ക്ക്. ഈ കുട്ടി ഇവരാണെങ്കിലോ എവിടെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ പോലും പറ്റാത്ത മാർഗത്തിലേക്ക് എത്തി എന്ന് പറയുന്നു. ഇത് ആണുങ്ങൾക്കാണേലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പിന്നെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും, ആണുങ്ങൾക്ക് അത്രയില്ല എങ്കിലും സ്ത്രീകൾക്ക് ഇതൊരു വല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, അവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടില്ല രാജ്യത്ത്, ഇല്ലേ? അവർക്കും അവരുടെ പണികൾ ചെയ്ത് ജീവിക്കണ്ടേ? അതിന് നമ്മളിങ്ങനെ ശല്യമായിട്ട് ഇങ്ങനെ തുടങ്ങുമ്പം അവരുടെ ജീവിതത്തിൽ വരുന്ന വിഷമങ്ങൾ എന്തോരമാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. അവർക്ക് പറയാവോ എല്ലാവരോടും? ഞോണ്ടും പിച്ചും ബസ്സേ കയറിയാൽ നോണ്ടുന്നവരും പിച്ചുന്നവരും തുറച്ചു നോക്കുന്നവരും ഒക്കെ ഉള്ള ഒരു കാലത്തിൽ ആണ്. അത് തന്നെയല്ല പീഡനമോ? ഇങ്ങനെയുള്ളവരെ വെറുതെ വിടുവോ?
ആ ശരിക്കും എന്നാ പറയണേ, ആ നമ്മളെ മാലക്കച്ചവടക്കാരി കൊച്ചിൻ്റെ കാര്യം ഒന്ന് ഓർത്താൽ മതി. അവർക്ക് ജീവിക്കാൻ വേണ്ടി വന്നിട്ട് അവർക്ക് ചിലപ്പം നല്ലതായിരിക്കാം എന്നോർത്തുകൊണ്ട് ഈ ഒരു ഓളം കഴിയുമ്പോൾ എന്നാ പറയണേ, അതിനെ വലിച്ച് താഴെ ഇട്ടിട്ട് പോകാണ്ടിരുന്നാൽ മതി അല്ലേ. അത് ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിയുടെ കണ്ണുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സൗന്ദര്യമുള്ളൊരു കുട്ടി. അപ്പം അതിന് നല്ലത് വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. ഈ പറഞ്ഞ കണക്ക് ഇനിയാണ് ലോകത്തിൻ്റെ കാര്യം ഇതിങ്ങനെയൊക്കെയാണ് പറയാം. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. ഇനി നല്ല നല്ല വീഡിയോ ആയിട്ട് വരാൻ ഞാൻ ശ്രമിക്കാം. നന്ദി.